കോർപ്പറേഷൻ ജയിച്ചു എന്ന് പറയാൻ LDFന് നാണിക്കേണ്ടി വരുമെന്നുള്ളതാണ് സാഹചര്യം. അല്പം നാളെ ഉണ്ടെങ്കിൽ അവർ പറയില്ല കോഴിക്കോട് കോർപ്പറേഷൻ ഞങ്ങൾ ജയിച്ചു എന്ന്. ജില്ലാ പഞ്ചായത്ത് ഉണ്ടായ കാലം മുതൽ ഇത് കുത്തകയാക്കി വച്ചിരുന്ന CPMനെ ഇടതുപക്ഷ മുന്നണിയെയും കനത്ത പ്രഹരം നൽകിക്കൊണ്ടാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് UDF ഇപ്രാവശ്യം തിരിച്ചു പിടിച്ചു. ഭൂരിപക്ഷം ഗ്രാമപഞ്ചായത്തുകളിലും ജയിച്ചു. കോർപ്പറേഷൻ ജയിച്ചു എന്ന് പറയാൻ LDFന് നാണിക്കേണ്ടി വരുമെന്നുള്ളതാണ് സാഹചര്യം. അല്പം നാളെ ഉണ്ടെങ്കിൽ അവർ പറയില്ല കോഴിക്കോട് കോർപ്പറേഷൻ ഞങ്ങൾ ജയിച്ചു എന്ന്. ജയിച്ചത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കോഴിക്കോട് കോർപ്പറേഷനിൽ BJPയുടെ സീറ്റ് വർദ്ധിച്ചതിന് ഉത്തരവാദി ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, അത് CPMഉം കേരള സർക്കാരുമാണ് എന്നുള്ളത് വാർഡ് വിഭജനത്തോടെ നിങ്ങൾ കാണിച്ചു കൊടുത്തതാണ്. ഇത് കോഴിക്കോട് മാത്രമല്ല, തിരുവനന്തപുരത്തും ഇത് തന്നെയായിരുന്നു സ്ഥിതി. അപ്പൊ ഈ വാർഡുകൾ വെട്ടിമുറിച്ച് UDFനെ എങ്ങനെ പരാജയപ്പെടുത്താൻ കഴിയും എന്നുള്ള പരീക്ഷണം മുഴുവൻ നടത്തി BJP ജയിച്ചാലും UDF തോൽക്കണം എന്നുള്ള ചിന്തയോടുകൂടി നിങ്ങൾ നടത്തിയ വാർഡ് വിഭജനത്തെ അതിജീവിച്ചിട്ടാണ് കോഴിക്കോട് ഐക്യജനാധിപത്യ മുന്നണി നേടിയിരിക്കുന്ന ഈ വൻ വിജയം എന്നുള്ളത് നിങ്ങളുടെ പരാജയത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നു എന്ന് മാർക്സിസ്റ്റ് അവരോട് പറയട്ടെ. ഞാൻ ദീർഘമായ പ്രസംഗിക്കേണ്ട കാര്യമുള്ള നേതാക്കന്മാരുടെ നിരയുണ്ട്. 3-4 പോയിന്റ് മാത്രമേ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇത് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിനുള്ള ചിന്തയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ പ്രതിഫലിച്ചത്. ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകർ നേതാക്കളെ കഠിനമായി അധ്വാനിച്ചിട്ടുണ്ട്. ആ അധ്വാനത്തിന്റെ ഫലമാണ് ഈ റിസൾട്ട്. പക്ഷെ ഞാൻ തുറന്നു പറയട്ടെ, നമ്മുടെ അധ്വാനത്തിന്റെ ഫലത്തോടൊപ്പം തന്നെ തുടർഭരണം സമ്മാനിച്ച വേദനയുള്ള ജനങ്ങളുടെ യഥാർത്ഥമായ പ്രതികരണവും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്.